മറ്റൊരു വാർത്ത, കർണാടകയിലെ ഇന്ധനവില വർധനയ്ക്കെതിരെ പ്രതിഷേധം ബി.ജെ.പി. ശക്തമാക്കിയെന്നുള്ളതാണ്. ഇന്നും സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും വില വർധനവ് നിലവിൽ വന്നതോടെ കർണാടകയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുത്തനെ ഉയർന്നിട്ടുണ്ട്. ഇന്ധന വിലവർദ്ധനവിനെതിരെ കർണാടകയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രധാനമായും ബി.ജെ.പിയും പ്രതിപക്ഷ പാർട്ടികളുമാണ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പെട്രോളിന് 3 രൂപയും ഡീസലിന് 3 രൂപ 50 പൈസയുമാണ് വർദ്ധിച്ചത്. ഏതായാലും ഈ സർക്കാർ വിൽപ്പന നികുതിയിൽ ഉണ്ടാക്കിയ വർധനമാണ് ഈ ഇന്ധനവില വർദ്ധിക്കാൻ കാരണം. ശനിയാഴ്ച മുതൽ ഇന്ധനവില വർധനവ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. പ്രധാനമായും ബി.ജെ.പി. ആരോപിക്കുന്നത് ഈ ഇന്ധനവില വർധനവിലൂടെ ഇത്തരത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിന് കാരണമാകുമെന്നാണ്. ഏതായാലും വീണ് കിട്ടിയ ആയുധം ബി.ജെ.പി. നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതിഷേധമാണ് ബി.ജെ.പി. ഉയർത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് കാസർഗോഡ് നിന്നുള്ള പല വാഹനങ്ങളും കർണാടകയിൽ നിന്നാണ് ഇന്ധനം അടിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഇതിലും ഇവർക്കും വലിയ തിരിച്ചടിയാണ് വില വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഇന്ധന വില കാരണം പ്രത്യേകിച്ച് സെസ്സൊക്കെ കൂട്ടി വളരെ വിലക്കയറ്റം അവിടെയുണ്ട് ഇന്ധനത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരമായി കർണാടകയിൽ നിന്നാണ് ഡീസൽ അടിക്കാറ്. ആഴ്ചക്കാഴ്ച നമുക്കിവിടെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവിടുന്ന് അടിച്ചിട്ടാണ് വരാറ്. ഇതിപ്പോൾ ക്ഷേമ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് വില വർദ്ധിപ്പിച്ചതെന്ന് പറയുന്നത്. ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്നുള്ള പേരിൽ. ഇപ്പോൾ 6 മാസമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അതേ അവസ്ഥ തന്നെ കർണാടകയിലും വരാൻ പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ജനങ്ങൾക്ക് ഗുണത്തിന് എന്നുള്ളത് തോന്നുന്നില്ല. ഞങ്ങളുടെ കയ്യിലെ കാശും കണ്ടുകൊണ്ട് സർക്കാർ ഈ രീതിയിലാണ് പെരുമാറുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നും ഏറ്റവും ശ്രദ്ധേയമാണ്. നിരവധി ക്ഷേമ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതും അതുപോലെ പലതും നടപ്പിലാക്കുന്നതും. ഇതൊക്കെ സാമ്പത്തികമായി സർക്കാരിനെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ധന വില വർധന ഇപ്പോൾ നടപ്പിലാക്കിയത്. നേരത്തെ മദ്യത്തിന് 20% വർധനമാണ് വരുത്തിയത്. ഏതായാലും വലിയ ബാധ്യതയിലേക്കാണ് കർണാടക സർക്കാർ ഇത്തരത്തിൽ പദ്ധതികളിലൂടെ പോകുന്നതെന്ന് വേണം പറയാൻ. ഇപ്പോൾ വനിതകൾക്ക് KSRTC കർണാടക RTC ബസ്സുകളിൽ സൗജന്യ യാത്രയുണ്ട്. ഒപ്പം സ്ത്രീകൾക്കായി 2000 രൂപ മാസം നൽകുന്ന പദ്ധതിയുണ്ട്. ഇത്തരത്തിൽ നിരവധി പദ്ധതികളാണ് സർക്കാർ കൊണ്ടുവന്നത്. പക്ഷേ അതൊന്നും ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നേരത്തെ കോൺഗ്രസ് ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചത് ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ധന വില വർധനവ് എന്നാണ്. എന്നാൽ അത് ബി.ജെ.പി. ഇപ്പോൾ നേരെ തിരിച്ചടിക്കുകയാണ്. കാരണം ഗുജറാത്തിനേക്കാളും കൂടുതലാണ് കർണാടകയിലെ ഇന്ധന വില എന്നാണ് ബി.ജെ.പി. ഇപ്പോൾ ഇതിന് മറുപടിയായി പറയുന്നത്. പെട്രോളിന് 100 രൂപ കടന്ന് 102 രൂപയായി ഇപ്പോൾ കർണാടകയിൽ മാറിയിരിക്കുന്നു. അത്തരത്തിൽ ഈ വില വർധനവ് എന്തായാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് കാരണമാവും. ഒപ്പം കേരളത്തിലുള്ളവർക്കും ഇത് വലിയ തിരിച്ചടിയാവും. കാരണം കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്ക് പല സാധനങ്ങളും, അരി, പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തുന്നത്. അതിനെല്ലാം ഈ ഇന്ധനവില വർധനവ് വില വർധനവിന് കാരണമാകും എന്നാണ് പൊതുവെ ഉയരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് ബി.ജെ.പിയുടെയും ഒപ്പം പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. കെ.വി. ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.